ഫസ്റ്റ് ലെസനായ വാട്ട് വർ ഹൗ ആൻഡ് വെൻ എന്ന ലെസൻ്റെ ഫസ്റ്റ് ലെക്ചർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ സെക്കൻഡ് പാർട്ടിലേക്ക് കടക്കുകയാണ്. സെക്കൻഡ് പാർട്ടിൽ ഞാൻ ഈ ലെസൺ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യും. അതേപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ മാച്ച് ദ ഫോളോയിങ് ഒക്കെ ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് ലെസൺ സ്റ്റാർട്ട് ചെയ്യാം. നെയിം ഓഫ് ദ ലാൻഡ്, ഇവിടെ മുതലാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. ബാക്കി നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ചെയ്തതാണ്. സോ നിങ്ങൾ ജസ്റ്റ് എൻ്റെ ഈ ചാനലിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് കാണാൻ പറ്റും. ഓക്കെ, two of the words we often use for the country are Bharat, India and Bharat. The word India comes from Indus, called Sindhu in Sanskrit. Find Iran and Greece in your atlas. The Iranians and the Greeks who came through the northwest about 2500 years ago and were familiar with Indus called it Hindos or Indos. The land to the east of the river was called India. The name Bharat was used by the group of people who lived in the northwest who were mentioned in the Rig Veda, the earliest composition in Sanskrit, dated to about 3500 years ago. Later, it was used for the country. So, നമ്മുടെ ഇന്ത്യനെ നമ്മൾ പല പല പേരുകൾ വിളിക്കും അല്ലേ? ഒന്നല്ലെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? ഇന്ത്യ എന്ന് വിളിച്ച് കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഭാരത് എന്നും നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. ഭാരത് മേരാ ദേശ് ഹേ. ഹിന്ദിയിൽ നമ്മൾ പ്ലച്ച് പറയുമ്പോൾ ഭാരത് എന്നുള്ള വേർഡും കേട്ടിട്ടുണ്ട്. അപ്പോൾ രണ്ട് ഇന്ത്യനെ നമ്മുടെ കൺട്രീനെ റെപ്രസെൻ്റ് ചെയ്യുന്ന രണ്ട് വേർഡ്സാണ് ഇന്ത്യ ആൻഡ് ഭാരത്. അതേപോലെ എവിടെ നിന്നാണ് ഈ വേർഡ് ഇന്ത്യ വന്നതെന്ന് നോക്കാം. The word India come from the Indus called Sindhu in Sanskrit. അപ്പോൾ സാൻസ്ക്രിറ്റ് ലാംഗ്വേജിലുള്ള സിന്ധു എന്ന വാക്കിൽ നിന്നാണ് ഇൻഡസ് എന്ന വാക്കുണ്ടായത്. അതിൽ നിന്നാണ് ഇന്ത്യ ഉണ്ടായത്. ഓക്കെ, ഫൈൻഡ് ഇറാൻ ആൻഡ് ഗ്രീക്ക്. അറ്റ്ലസ് എടുത്തിട്ട് ഇറാനും ഗ്രീക്കും ജസ്റ്റ് ഫൈൻഡ് ചെയ്യാനാണ് പറയുന്നത്. ഇറാനിയൻസും ഗ്രീക്കുകാരുമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ടൊക്കെ വന്നത്. അവർ വന്ന സമയത്ത് ഇൻഡസ് റിവറിൻ്റെ നോർത്ത് വെസ്റ്റിലുള്ള റീജിയൻസിനെ അവരെന്ത് വിളിച്ചു? ഇന്ത്യ എന്ന് വിളിച്ചു. ആൻഡ് ദ ലാൻഡ് ടു ദ ഈസ്റ്റ് ഓഫ് ദ റിവർ വാസ് കോൾഡ് ഇന്ത്യ. ഇൻഡോസ് അല്ലെങ്കിൽ ഹിന്ദുസ് നദി ആയതുകൊണ്ട് ഇൻഡസ് നദിയുടെ ഈസ്റ്റിലുള്ള ലാൻഡിനെ ഇന്ത്യ എന്നവർ വിളിച്ചു. ദേ കോൾഡ് ദ ലാൻഡ് ഓഫ് ദ ഈസ്റ്റ് ആസ് ഇന്ത്യ. ദ നെയിം ഭാരത്. ഇനി നമുക്ക് നോക്കാം ഭാരത് എന്ന വേർഡ് എവിടെ നിന്നാണ് വന്നത്. ദ വേർഡ് ഭാരത് വാസ് യൂസ്ഡ് ഫോർ ദ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹൂ ലീവ്ഡ് ഇൻ ദ നോർത്ത് വെസ്റ്റ് റീജിയനിൽ താമസിച്ചിരുന്ന ആളുകളെ ഋഗ്വേദത്തിൽ ഭാരത് എന്ന് റെപ്രസെൻ്റ് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യക്ക് ഭാരത് എന്നുള്ള വേർഡ് വന്നത്. ഓക്കെ, അത് മെൻഷൻ ചെയ്തിരിക്കുന്നത് ഋഗ്വേദ സാൻസ്കൃതിലൊരു ബുക്കല്ല, ഇറ്റ്സ് ലൈക്ക് എ ഒരു വേദമാണ്. ഓക്കെ, there are several ways to find about the past. One is to search for read books that were written long ago. അപ്പോൾ നമുക്ക് പല പല മെത്തേഡ്സ് ഉണ്ട് നമ്മുടെ പാസ്റ്റിനെ പറ്റി അറിയാം. സോ ഒരു മെത്തേഡാണ് എന്ത്? ബുക്സ് റീഡ് ചെയ്യുക. പണ്ട് കാലങ്ങളിൽ എഴുതിയ ബുക്സ് റീഡ് ചെയ്യുന്ന വഴി നമുക്ക് എന്താ പറ്റും? ഓരോരോ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും. ദീസ് ആർ കോൾഡ് മാനുസ്ക്രിപ്റ്റ്സ്. സോ ഇങ്ങനെ പണ്ട് എഴുതി വെച്ച ഈ ബുക്സിൻ്റെ പേരാണ് എന്ത്? മാനുസ്ക്രിപ്റ്റ്സ്. ഓക്കെ, മാനുസ്ക്രിപ്റ്റ്സ്. എന്തുകൊണ്ടാണ് മാനുസ്ക്രിപ്റ്റ് എന്ന് വിളിക്കുന്നത്? മാനു മീൻസ് എന്താണ്? ഹാൻഡ്. സോ ഹാൻഡ് വെച്ച് എഴുതിയത് കൊണ്ടാണ് ഇതിനെ മാനുസ്ക്രിപ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ manuscript means manuscript because they were written by hand. Okay, these were usually written on a palm leaf on a specially prepared bark of tree known as bridge. ഒന്നല്ലെങ്കിൽ ഇതെന്താ? പാം ലീഫ്, താളിയോലകളിൽ എഴുതും. അല്ലെങ്കിൽ മരത്തിൻ്റെ ബാർക്കിൽ എഴുതും. ഓക്കെ, വിച്ച് ഗ്രോ ഇൻ ദ ഹിമാലയയിലുള്ള ബ്രിഡ്ജ് എന്ന് പറയുന്ന ട്രീയുടെ ബാർക്കിലാണ് മെയിനായിട്ട് എഴുതാറുള്ളത്. ഓവർ ഇയേഴ്സ്
Many manuscripts were eaten away by insects. Some were destroyed, but many have survived, often preserved in temples and monasteries. This book deals with all kinds of subjects: religious, belief, practice, and the life of kings, medicines, and science. ഓക്കെ, അപ്പം പണ്ട് കാലങ്ങളിൽ എന്തായിരുന്നു, ഇങ്ങനെ താളിയോലകളിൽ എന്ത് പറ്റും, ചിലതൊക്കെ നശിഞ്ഞു പോകും. എങ്ങനെ ചെതലടിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലൈമറ്റിക് ചേഞ്ചസ് ഒക്കെ സംഭവിച്ച് ഈ താളിയോലകൾക്ക് അല്ലെങ്കിൽ ബാർക്കിൽ എഴുതുമ്പോൾ എന്ത് പറ്റും, ഡേറ്റാസ് ഡിസ്ട്രോയ് ആയി പോകാറുണ്ട്. അപ്പോൾ ചിലത് അല്ലെങ്കിൽ ഇൻസെക്റ്റ് കടിച്ചൊക്കെ പോയി. പക്ഷേ ചിലത് എന്ത് ചെയ്തു, ടെമ്പിൾസിലും മൊനാസ്ട്രീസിലുമെല്ലാം സൂക്ഷിച്ചു വെച്ചിരുന്നു. ഈ ബുക്സിലെല്ലാം എന്തിനെ പറ്റിയാണ് പറയുന്നത്, പണ്ടത്തെ റിലീജിയൻസ്, അതേപോലെ അവരുടെ വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, അതേപോലെ അന്നത്തെ രാജാക്കന്മാർ, മരുന്നുകൾ, ശാസ്ത്രം, ഇതൊക്കെയാണ് ഈ ബുക്സിൽ പറയുന്നത്. ബിസൈഡ്സ് ദർ വർ എപ്പിക്സ്, പോയംസ്, പ്ലേസ്, മെനി വെർ റിട്ടേൺ ഇൻ സാൻസ്ക്രിറ്റ്, അതർ വെർ ഇൻ പ്രകൃതി. ഓക്കെ, പലതും എന്താണ്, എപ്പിക്കുകളും ചരിത്രങ്ങളും പോയങ്ങളും നാടകങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ എല്ലാവരും എഴുതിയിരുന്നത് സാൻസ്കൃതിലായിരുന്നു. പക്ഷേ ചിലതൊക്കെ എന്താണ്, പ്രകൃതിയാണ് എന്ത്, ലാംഗ്വേജ് യൂസ്ഡ് ബൈ ദ ഓർഡിനറി പീപ്പിൾ. പ്രകൃതി ഈസ് ദ ലാംഗ്വേജ് യൂസ്ഡ് ബൈ ഓർഡിനറി പീപ്പിൾ. ആൻഡ് തമിഴിലും ഗ്രന്ഥങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, we can also study inscription. These are written on relatively hard surface such as stone or metal. അപ്പോൾ ഇൻസ്ക്രിപ്ഷൻ എന്താണെന്ന് വെച്ചാൽ, ഇൻസ്ക്രിപ്ഷൻ എഴുതുന്നത് എവിടെയാണ്, റിലേറ്റീവ്ലി ഹാർഡ് സർഫസുകളിലാണ് ഇൻസ്ക്രിപ്ഷൻസ് എഴുതിക്കൊണ്ടിരുന്നത്. ഒന്നല്ലെങ്കിൽ സ്റ്റോൺ അല്ലെങ്കിൽ മെറ്റൽ സർഫസിലൊക്കെയാണ് ഇൻസ്ക്രിപ്ഷൻസ് രചിച്ചിരുന്നത്. ഓക്കെ, sometimes king got their order inscribed so that the people could read and obey them. There were other kind of inscription as well, where women and men recorded what they did. For example, king who often kept records of the victories in the battle. ഓക്കെ, അപ്പോൾ കിങ് ഓർഡറുകൾ, ഓരോ രാജകൽപ്പനകളൊക്കെ പാസ്സാക്കിയ ശേഷം ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ ഇൻസ്ക്രിപ്ഷൻസിലൂടെ ആയിരിക്കും. അപ്പോൾ എന്താണ്, ജനങ്ങൾക്കത് വായിച്ച് ബോധ്യപ്പെട്ട് അത് ഒബേ ചെയ്യാൻ പറ്റും. അതേപോലെ രാജാക്കന്മാർ നടത്തിയ യുദ്ധങ്ങളുടെ ചരിത്രങ്ങൾ, എത്ര യുദ്ധങ്ങൾ എങ്ങനെയൊക്കെ ജയിച്ചു, ഇതൊക്കെ എഴുതിയിരിക്കുന്നതും ഇൻസ്ക്രിപ്ഷൻസിലാണ്. ക്യാൻ യു തിങ്ക് ഓഫ് ദ അഡ്വാൻറ്റേജ് ഓഫ് റൈറ്റിംഗ് ഓൺ എ ഹാർഡ് സർഫസ്? വാട്ട് കുഡ് ഇറ്റ് ഹാവ് ബീൻ ഡിഫിക്കൽട്ടീസ്? അപ്പോൾ നമ്മളിങ്ങനെ ഹാർഡ് സർഫസിൽ എഴുതുന്നതുകൊണ്ട് എന്താണ് ഗുണം, അത് പെട്ടെന്നൊന്നും ചീത്തായി പോകുന്നില്ല. ഇതേപോലെ ഇൻസെക്റ്റ് കടിച്ചോ ഒന്നും ചീത്തായി പോകത്തില്ല. There were many other things that were made and used in the past. Those who study these objects are called archaeologists. So archaeologist എന്ന് പറഞ്ഞാൽ ആരാണ്? The person who study about the past. The person who study about the past is known as archaeologist. Okay, archaeologist ആണ് person who study about the past. They study the remainings of building made of stone, bricks, paintings and sculptures. They were also explore and excavate to find tools, weapons, pots, pans, ornaments and coins. Some of these objects made by stone, other of bones, baked clay or metal. Objects that are made of hard, imperishable substance usually survived for a long time. അപ്പോൾ ഈ ആർക്കിയോളജിസ്റ്റിൻ്റെ ജോലി എന്താണ്, പഴയ സ്റ്റോൺസ് അല്ലെങ്കിൽ ബ്രിക്സ് അല്ലെങ്കിൽ മൈനിങ് ബിൽഡിങ്ങിൻ്റെ പീസസ്, സ്കൾപ്ചേഴ്സ്, പെയിൻറ്റിങ്സ്, ഇതിൽ നിന്നെല്ലാം പാസ്റ്റിനെ പറ്റിയുള്ള സ്റ്റഡി നടത്തുക. അതേപോലെ എക്സ്കാവലേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഭൂമി കുഴിച്ച് അതിൻ്റെ അടിയിലുള്ള ടൂൾസും വെപ്പൻസും പോട്ട്സും ഒക്കെ പണ്ട് കാലങ്ങളിൽ യൂസ് ചെയ്തതൊക്കെ ഫൈൻഡ് ചെയ്യുക. ഇതൊക്കെയായിരുന്നു ആർക്കിയോളജിസ്റ്റിൻ്റെ ജോബ്. Some of these objects made by stone and many of them bones, baked clay or metals. ഇപ്പം മെയിൻലി മിക്കതും എന്തായിരിക്കും, സ്റ്റോൺ അല്ലെങ്കിൽ ബോൺസ്, ബേക്കഡ് ക്ലേ, മെറ്റൽസ് വെച്ചൊക്കെ ഉള്ളതായിരിക്കും. ഒബ്ജക്ട്സ് ദാറ്റ് ആർ മെയ്ഡ് ഓഫ് ആർ യൂഷ്വലി സർവൈവ്ഡ് ഫോർ എ ലോങ് ടൈം. അപ്പോൾ നേരത്തെ നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതാണ്, എന്ത്, ഇതേപോലെ ഹാർഡ് സർഫസ് ആയിട്ടുള്ള
ഒബ്ജക്ട്സ് വെച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? കുറേ കാലം സർവൈവ് ചെയ്യും, കുറേ കാലം അത് നിലനിൽക്കും. ഓക്കെ, അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. ഇനി നമ്മൾ അശോകനൊക്കെ പറ്റി ചാപ്റ്റർ 8 പഠിക്കുന്നത്. അതേപോലെ സ്ക്രിപ്റ്റ് എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. സ്ക്രിപ്റ്റ് കൺസിസ്റ്റ് ഓഫ് ലെറ്റർ ഓർ സൈൻസ്. വെൻ വി റീഡ് വാട്ട് ഈസ് written or speak, we use a language. This inscription was written in 2 different scripts, Greek and Aramaic. ഓക്കെ, അതാണ് സ്ക്രിപ്റ്റ് എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. ഇത് പണ്ട് യൂസ് ചെയ്ത ആർക്കിയോളജിസ്റ്റുകൾ ഫൗണ്ട് ചെയ്ത പോട്ട്സും അതേപോലെ സിൽവർ കോയിൻസും ഒക്കെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഈ പിക്ചേഴ്സിൽ. Archaeologists also look for bones of animals, birds and fishes. To find out what people ate in past, plants remains survive for more rarely. If seeds of grains or pieces of wood have been burned, they survived in a charred form. ഓക്കെ, ആർക്കിയോളജിസ്റ്റ് എന്തിനൊക്കെ സെർച്ച് ചെയ്തു? ബോൺസ്, ആനിമൽസ്, ബേർഡ്സ്, ഇതൊക്കെ സെർച്ച് ചെയ്തത് എന്തുകൊണ്ടാണ്? പണ്ട് കാലത്ത് മനുഷ്യർ എന്തൊക്കെയാണ് ഭക്ഷിച്ചിരുന്നതെന്ന് മനസ്സിലാക്കാനാണ്. ടു ഫൈൻഡ് വാട്ട് പീപ്പിൾ എയ്റ്റ് ഇൻ ദ പാസ്റ്റ്. അതേപോലെ പ്ലാന്റ് സെർച്ച് ചെയ്യാനിരുന്നത് എന്തുകൊണ്ടാണ്? പ്ലാന്റ് മെയിനായിട്ട് എന്ത് പറ്റും? ഒന്നല്ലെങ്കിൽ അത് മണ്ണിനോട് ഇളകി ചേർന്ന് പോകും. അതേപോലെ ഇപ്പോൾ ചാരമാണെങ്കിൽ തന്നെ എന്തായിരിക്കും? മണ്ണിൽ മിക്സായാണ് പോകുന്നത്. അപ്പോൾ അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ടാണ് ബോൺസും അനിമൽസും പ്ലാന്റ്സൊക്കെ അവർ സ്റ്റഡി ചെയ്ത്, പഴയ ആനിമൽസിൻ്റെയൊക്കെ സ്റ്റഡി ചെയ്തത്. ഹിസ്റ്റോറിയൻസ്, അടുത്ത ടേമാണ് ഹിസ്റ്റോറിയൻസ്. ഈസ് ദാറ്റ് സ്കോളർ ഹു സ്റ്റഡി ദ പാസ്റ്റ്. ഹിസ്റ്റോറിയൻസ് എന്ന് പറഞ്ഞാൽ പഴയ കാര്യങ്ങൾ പഠിക്കുന്ന, ദോസ് ഹു സ്റ്റഡി അബൌട്ട് ദ പാസ്റ്റ്. സ്കോളേഴ്സ് ഹു സ്റ്റഡി അബൌട്ട് ദ പാസ്റ്റ് ആണ് ഹിസ്റ്റോറിയൻസ്. സോഴ്സ് എന്നുള്ള വേർഡ് ഉണ്ട്. സോഴ്സ് റെഫർ ടു ദ ഇൻഫോർമേഷൻ ഫൗണ്ട് ഫ്രം മാനുസ്ക്രിപ്റ്റ്സ്, ഇൻസ്ക്രിപ്ഷൻ ആൻഡ് ആർക്കിയോളജി. സോഴ്സ് എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണോ നമുക്ക് ഇൻഫോർമേഷൻ കിട്ടുന്നത് അതാണ് സോഴ്സ്. വൺ സോഴ്സ് ആർ ഫൗണ്ട് ലേണിംഗ് അബൌട്ട് ദ പാസ്റ്റ് ബിക്കം ആൻ അഡ്വെഞ്ചർ. വി reconstruct it bit by bit. So historians and archaeologists are like detectives who use all these sources like clues to find out about our past. സോ ഹിസ്റ്റോറിയൻസിനോട് മെൻഷൻ ചെയ്യുന്നത് എന്താണ്? ഡിറ്റക്റ്റീവ്സ് ആയിട്ടാണ്. കാരണം എന്താണ്? ഓരോ കാര്യങ്ങളും നോക്കി അതിൽ നിന്ന് എന്താണെന്ന് മനസ്സിലാക്കി ഓരോ ക്ലൂവും തുറന്നാണ് അവർ പോകുന്നത്. അവർക്കറിയില്ലല്ലോ ഇതൊക്കെ പ്രതീക്ഷിച്ച് എന്തൊക്കെയാണ് സംഭവിച്ചെന്ന്. അതൊക്കെ പഠിക്കുകയാണ് അവരുടെ ജോലി. One past or many. Did you notice the title of the book, Our Past? We use the word past in the plural to draw the attention to face the past was different from the different groups of people. For example, the lives of herders and farmers were different from those with kings and queens. The lives of merchants were different from those of craftsmen and so on. Also, it is true, even today, people follow different practices and customs in different parts. ഓക്കെ, അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ പേര് തന്നെ അവർ പാസ്റ്റ് എന്നാണ്. സോ പാസ്റ്റ് എന്നുള്ള റെഫറൻസ് എന്തിനാണ് ഇവിടെ കൊടുത്തിരുന്നത്? നമുക്കൊരു അറ്റൻഷൻ, നമ്മൾ പാസ്റ്റ് പഴയ കാര്യങ്ങളെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. പഴയ കാലത്ത് മനുഷ്യർ തമ്മിൽ എന്തൊക്കെ ഡിഫറൻസ് ഉണ്ടായിരുന്നു, എത്ര ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു, ഹേർഡേഴ്സിൻ്റെയും ഫാമേഴ്സിൻ്റെയും ജീവിതമായിരിക്കുമോ കിങ്സിനും ക്വീൻസിനും ഉണ്ടാകുന്നത്, അവരുടെ ജീവിതങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് എന്നൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അതേപോലെ ഈ കാലഘട്ടത്തിലും എന്താണ്, റിച്ച് ആയിട്ടുള്ള പീപ്പിളും പുവർ ആയിട്ടുള്ള പീപ്പിളും തമ്മിലുള്ള ഡിഫറൻസ് ഉള്ള പോലെ ഓഫ് ദ കൺട്രി. ഫോർ എക്സാമ്പിൾ, ടുഡേ മോസ്റ്റ് പീപ്പിൾ live in Andaman Islands, get their own food by fishing, hunting and collecting forest products. By contrast, most of the people living in city depend upon their supplies of food. Difference was these exist in past as well. So നമ്മളിപ്പോൾ കേസ് എടുക്കുകയാണെങ്കിൽ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിലുള്ളവർ എന്ത് ചെയ്യും? ഫിഷിങ് ചെയ്തും ഹണ്ടിങ് ചെയ്തും ഫോറസ്റ്റിനുള്ളതൊക്കെ കളക്ട് ചെയ്തുമാണ് അവർ ജീവിക്കുന്നത്. ഓക്കെ, പക്ഷേ സിറ്റിയിലുള്ള മനുഷ്യരെങ്ങനെയാണ്? അവരിതൊക്കെ ഹണ്ട് ചെയ്യാനും ഫോറസ്റ്റിൽ ചെന്ന് ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ കളക്ട് ചെയ്യാൻ പോകുന്നുണ്ട്? ഇല്ല, അവർ ഡയറക്റ്റ് ഷോപ്പിൽ ചെന്ന് ഡയറക്റ്റ് പർച്ചേസിങ് ആണ്. ഓക്കെ, അപ്പോൾ അതാണ് ഡിഫറൻസ്. അതേപോലെ പഴയ കാലത്തും ഇതേപോലെ പല പല ഡിഫറൻസും ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. ബിസൈഡ് ദർ ആർ അനദർ കൈൻഡ് ഓഫ് ഡിഫറൻസ്
We know a great deal about king and the battles they fought because they kept the records of the victories. Generally, ordinary people such as hunters, fishing folks, gatherers, farmers, or herders did not keep records of what they did, while archaeology helps us to find out about their lives. There is much than remaining unknown. ഓക്കെ, അപ്പോൾ പണ്ട് കിങ്സിനൊക്കെ എന്തായിരുന്നു, അവർ ജയിച്ച ഓരോ യുദ്ധങ്ങളും റെക്കോർഡ് ചെയ്യാൻ ഇൻസ്ക്രിപ്ഷൻസ് മാനുസ്ക്രിപ്റ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. സോ അവരുടെ ജീവിതം ഇതൊക്കെ വായിച്ച വഴി നമുക്ക് മനസ്സിലാവും. പക്ഷേ നമ്മുടെ ഹണ്ടേഴ്സിൻ്റെയും അതേപോലെ ഫാമേഴ്സിൻ്റെയൊക്കെ കേസ് എടുക്കുകയാണെങ്കിൽ ഇവരുടെ വല്ല കാര്യങ്ങളും അവർ എവിടെയെങ്കിലും കുറിച്ചിട്ടതായിട്ട് നമുക്ക് കാണില്ല. കാരണം എന്താണ്, അവരത്രയും കഷ്ടത്തിലായിരിക്കും ജീവിച്ചിരുന്നിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് അതേപോലെ അവർക്ക് അത്ര വിവരമോ എന്തെങ്കിലും കുറിച്ചിടാനുള്ള അറിവോ ബുദ്ധിയോ ഇന്നത്തെ കാലത്ത് ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു റെക്കോർഡ്സും കീപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മുടെ ആർക്കിയോളജിസ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതേപോലുള്ള ഈ ഹണ്ടേഴ്സും അവരുടെ ജീവിതങ്ങൾ എങ്ങനെയായിരുന്നു, അവരെന്തൊക്കെയാണ് ഭക്ഷിച്ചിരുന്നത് എന്നൊക്കെ പഠിക്കുകയാണ് നമ്മുടെ ആർക്കിയോളജിസ്റ്റ്. ഓക്കെ, വാട്ട് ഡു ഡേറ്റ്സ് മീൻ? സോ ഡേറ്റ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. If somebody asks you the date, you will probably mention the day, month, year, 2000 something. These years are counted from the date generally assigned to the birth of Jesus Christ, the founder of Christianity. So Jesus ക്രിസ്തു ജനിച്ചതിന് ശേഷമുള്ള ഇയറിലാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ 2000 ആണ്, ഇപ്പോൾ 2020 ആണെന്നൊക്കെ നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ജീസസ് ക്രിസ്റ്റ് ആണ് ദ ഫൗണ്ടർ ഓഫ് ക്രിസ്ത്യാനിറ്റി. സോ 2000 മീൻസ് 2000 ജസ്റ്റ് ആഫ്റ്റർ ദ ബർത്ത് ഓഫ് ക്രിസ്റ്റ്. അപ്പോൾ ക്രിസ്തു ജനിച്ചിട്ട് 2000 വർഷങ്ങൾ. ഇപ്പം എന്താണ് 2020 അല്ലേ? അപ്പോൾ ക്രിസ്തു ജനിച്ചിട്ട് ക്രിസ്തുവിന് ശേഷം 2020 വർഷങ്ങളായി. All the dates before the birth of Christ are counted backward and usually the letter BC. So ക്രിസ്തുവിന് മുമ്പുണ്ടായിരുന്ന വർഷങ്ങൾ നമ്മൾ BC ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, in this book we refer the date going back from the present using 2000 as our starting point. ഓക്കെ, അപ്പോൾ നമ്മൾ 2000 നിന്ന് ബാക്കിലോട്ടാണ് പഠിച്ചു പോകാൻ പോകുന്നത്. ഓക്കെ, letters with dates. BC have been standard for before Christ. BC means എന്താണ്? ബിഫോർ ക്രിസ്താണ്. ഓക്കെ, ഇനി you will also sometimes find AD. AD means Anno Domini. AD means Anno Domini. Means the year in the Lord. ക്രിസ്തിൻ്റെ ഒരു കാലമാണ് പറയുന്നത് Anno Domini. Sometimes CE is used instead of AD and BCE instead of BC. അപ്പോൾ CE means common era and BCE before common era. ഇതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ക്രിസ്ത്യൻ എറ ആണ് നമ്മൾ മോസ്റ്റ് ഓഫ് ദ കൺട്രീസിലും യൂസ് ചെയ്യുന്നത്. ഇൻ ഇന്ത്യ വി ബിഗെയിൻ യൂസിങ് ദിസ് ഫോം ഡേറ്റിംഗ് ഫ്രം അബൌട്ട് 200 years ago. After sometimes letter BP means before present. Okay, അപ്പോൾ ഈ വേർഡ്സ് ഈ അബ്രിവേഷൻസ് ഒന്ന് പഠിച്ചു വെക്കണം. ഓക്കെ, we have seen inscription and written on hard surface. Many of these were several languages. All inscriptions contain both script and language which are used as well as inscription changed over time. So we had scholar to understand what was written. This can be done by the process of decipherment. ഓക്കെ, ഇങ്ങനെ പല ഇൻസ്ക്രിപ്ഷനിൽ പലതല്ലേ ആയിരിക്കും എഴുതിക്കുന്നത്. അപ്പം അതൊക്കെ കണ്ടുപിടിച്ച് പഠിക്കുന്ന ഒരു പ്രോസസ്സാണ് decipherments. One of the most famous
Decipherments came from the Egypt, a country in the North Africa where the king and queen was about 5,000 years ago. Rosetta is a town in the north coast of Egypt, and here is an inscribed stone was found which contained inscription in 3 different languages and scripts, Greek and 2 form of Egyptian. Scholars who read the Greek figure out the name of kings and queens was enclosed in a little frame called cartridge. They then placed the Greek and Egyptian signs side by side and identified the sound of each Egyptian letter stood. As you can see, the line stood for L and the bird for A. Once they knew the letters stood, they could read about the inscription. So നമ്മൾ ലെറ്റേഴ്സ് പഠിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് മനസ്സിലാവുള്ളൂ എന്താണ് അതിൽ എഴുതിയിരിക്കുന്നത്. ആ ഒരു പ്രോസസ് ഓഫ് സ്റ്റഡിയിങ് ആണ് ഡെസിഫർമെൻറ്റ്. സോ റൊസീറ്റ ഇതേപോലെ ഈജിപ്തിലുള്ളൊരു പ്ലേസാണ്. സോ നമുക്ക് നോക്കാം ഈ ഓക്കെ. അപ്പോൾ നമുക്ക് മാച്ച് ദ ഫോളോയിങ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് മാച്ച് ചെയ്യാം. അപ്പോൾ നർമ്മദ വാലിയിൽ എന്താണ് ഹണ്ടിങ് ആൻഡ് ഗ്യാദറിങ് ആണ്. മഗധ ഒരു ഫസ്റ്റ് ബിഗ് കിങ്ഡം ആണ്. അതേപോലെ ഗാരോ ഹിൽസിലാണ് എന്ത് ഏർലി അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്തത്. അതേപോലെ ഇൻഡസ് ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസിൻ്റെ സൈഡിലാണ് ഫസ്റ്റ് സിറ്റി ഡെവലപ്പ് ആയത്. ഓക്കെ. ദെൻ ഗംഗാ വാലി city is about 2500 years ago. Okay, next still is one major difference between manuscripts and inscription. Manuscripts are written by hand, but it's better than damage down because of insect something else. Then inscription are mainly stone ആണ് carve ചെയ്യുന്നത്. സ്റ്റോൺ അല്ലെങ്കിൽ മെറ്റൽ സർഫസിൽ അത് ലോങ് കുറേ കൊല്ലം ലാസ്റ്റ് ചെയ്യും. ഇതേപോലെ ഒരു കലാമിറ്റീസിനും അത് മാറ്റി ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ. സോ അത്രേ ഉള്ളൂ. ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ അതൊക്കെ ഒന്ന് നോക്കാം. പിന്നെ നിങ്ങളുടെ ടീച്ചേഴ്സ് തന്ന ക്വസ്റ്റ്യൻസ് മെയിൻലി ഈ ചാപ്റ്ററിൽ നിന്നൊക്കെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ധാരാളമായിട്ട് ചോദിക്കാം. സോ അപ്പോൾ എല്ലാവർക്കും ഈ ലെസൺ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.